വെൽക്കം ടു അമൃത വേഴ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോണത് ഞങ്ങളുടെ ക്രിസ്മസ് ഡേ സെലിബ്രേഷൻ വിശേഷങ്ങളാണ്. ബാംഗ്ലൂരിലുള്ള എല്ലാവർക്കും ഇപ്പൊ ഈ ഒരു സ്ഥലം കണ്ട മനസ്സിലാകും, ഫിനിക്സ് മാർക്കറ്റ് സിറ്റി ആണ്. ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഈ ഒരു മോളെ വിസിറ്റ് ചെയ്യാത്ത ആൾക്കാര് കുറവായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളും വിസിറ്റ് ചെയ്തു ഫിനിക്സ് മാർക്കറ്റ് സിറ്റി ക്രിസ്മസിന്. പക്ഷെ ലേശം ലേറ്റ് ആയിപ്പോ എത്തിയപ്പോ അതുമാതിരിയായിരുന്നു ട്രാഫിക്കും ബ്ലോക്കും ഒക്കെ റോഡില്. എന്റെ അമ്മേ, നമുക്ക് അങ്ങോട്ട് എന്തിനാ ഇന്ന് ഞങ്ങൾ ഇറങ്ങിയേന്ന് ആലോചിച്ചു പോയി. ഈ മോളിലേക്ക് വരാൻ വേണ്ടി ഏതൊക്കെ വഴിയിലോട്ട് പോയാലും അവിടെയൊക്കെ ബ്ലോക്ക് ആയിരുന്നു. ഒരു വിധത്തില് നമ്മൾ എങ്ങനെയൊക്കെയോ ഇവിടെ ഓടിച്ചെത്തിയപ്പോഴേക്കും സമയം 9 മണിയായിട്ടോ. അപ്പോ ശരിക്കും നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു 6 മണിക്ക് ഇവിടെ എത്തണം എന്നായിരുന്നു. പക്ഷെ നടന്നില്ല. ആകപ്പാടെ എല്ലാവരും വിശന്നിട്ടും പിന്നെ ഈ ഒരു ട്രാഫിക്കിൽ കിടന്നിട്ട് അങ്ങനെ ആകെ മൊത്തത്തിൽ ടയേർഡ് ആയിരിക്കും. ആക്ച്വലി ഇവിടെ ആണെങ്കിൽ ക്രിസ്മസ് ആയതുകൊണ്ട് കുറെ ഈവെന്റ്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു, കുറെ സ്റ്റേജ് ഷോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ കാണാനൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ക്രിസ്മസ് ഡേ ഇവിടെ വരാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഒന്നും നടന്നില്ല. ഞങ്ങൾ വന്നപ്പോഴേക്കും എല്ലാ പരിപാടിയും തീർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സമയമായിട്ട് ഇവിടെ നല്ല തിരക്കാണ്. ഞങ്ങൾക്ക് എന്തോ ഭാഗ്യം കൊണ്ട് കുറച്ചു നേരം ക്രിസ്മസ് ട്രീ കാണാൻ പറ്റി. കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് ഈ തിരക്ക് കാണുമ്പോൾ തന്നെ അവരാകെ അപ്സെറ്റ് ആവും. പിന്നെ അവരുടെ ക്രിസ്മസ് ട്രീ കണ്ടു, ലൈറ്റ്സ് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചേരൊക്കെ പിടിച്ചെടുത്താൻ പറ്റി. പിന്നെ നമുക്ക് വരുന്ന വഴിക്കൊന്നും കഴിക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. സോ അതിന്റെ ഒരു വിശപ്പും ബുദ്ധിമുട്ടും ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ വന്നിട്ട് കോട്ടുവായി ഇട്ട് നിൽക്കുക. ശരി, ക്രിസ്മസ് ട്രീ ഓക്കെ. എന്തായാലും ഇത്രയും ദൂരം വന്നതല്ലേ, അപ്പൊ ഇപ്പൊ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടും കാര്യമൊന്നുമില്ല, ഫുൾ ബ്ലോക്ക് ആയിരിക്കും. സോ എന്നാ പിന്നെ ഇവിടെ നിന്ന് കറങ്ങി എല്ലാ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. കുറച്ചു നേരം ഞങ്ങൾ പുറത്ത് നിന്ന് ക്രിസ്മസ് ട്രീയും അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കറങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ആ ഒരു സ്റ്റേജ് ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് പോവാന്ന് വിചാരിച്ചത്. അപ്പൊ അങ്ങോട്ട് നടന്നു പോകുന്ന വഴിക്ക് ക്രിസ്മസ് ട്രീയുടെ ലൈറ്റ്സ് ഒക്കെ ഓഫ് ആയിപ്പോ കേട്ടോ. എന്താ പറ്റിയെന്നറിയില്ല. അകത്ത് പുറത്ത് നല്ല കിഡിലും തിരക്കായിരുന്നു. നമ്മള് എന്താ പറയാ, നടക്കൊന്നും വേണ്ട, നമ്മളെ തിരക്കിനൊപ്പം ഇങ്ങനെ പോവുകയാണ്. നമുക്കൊരു അബദ്ധം പറ്റുക വെച്ചാൽ പിള്ളേർക്ക് കുടിക്കാനോ കഴിക്കാനോ വേണ്ടി നമ്മളൊന്നും എടുത്തില്ല കയ്യില്. വരുന്ന വഴിക്ക് കഴിച്ചിട്ട് കയറി വേണമല്ലോ എന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ വരുന്ന വഴി മൊത്തം ബ്ലോക്ക് ആണെന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അല്ല, ഇങ്ങോട്ടേക്കുള്ള വഴി എപ്പോഴും ട്രാഫിക് ബ്ലോക്ക് ഉള്ള സ്ഥലമാണെന്ന് അറിയാം. പക്ഷെ എന്നാലും ഇത്രയും നേരം ബ്ലോക്കിൽ പെട്ട് കിടക്കുമെന്ന് വിചാരിച്ചില്ല. ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി കുറച്ചും കൂടി ഈസിയർ വഴിയൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ ആ വഴിയൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ അവിടെ ബ്ലോക്ക് ആയിരുന്നു. സോ ക്രിസ്മസ് ഡേ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ഷോ നടക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നാൽ ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ നമുക്കൊന്ന് കാണാം. അവിടെ നിന്ന് എന്തെങ്കിലും ചിലപ്പോൾ കുറച്ച് ഫുഡ് സ്റ്റാൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ ഒരു പ്ലാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് നടന്നില്ല. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഫുഡ് സ്റ്റാൾസ് ഒക്കെ അവർ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്തൊക്കെയോ ചെറിയ ഇങ്ങനെ സ്റ്റേഷനറി ഐറ്റംസും ടോയ്സിൻ്റെ ഒക്കെ സ്റ്റാളുകൾ മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ചില ഫുഡ് സ്റ്റാൾസ് അപ്പോഴും ഉണ്ടായിരുന്നു. ഈ പൊട്ടറ്റോ ട്വിസ്റ്റേഴ്സ് അല്ലെങ്കിൽ വാഫിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ടൈപ്പുകളായിരുന്നു. അപ്പോൾ അതൊന്നും കഴിക്കാൻ വലിയ മൂടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാനുള്ള വിശപ്പായിരുന്നു അതേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇതൊന്നും പോരല്ലോ എന്നുള്ളൊരു തോന്നലായിരുന്നു. അപ്പം ഞങ്ങളിവിടെ വന്നപ്പോഴേക്കും ഇവിടെ നടന്നിരുന്ന ഒരു സ്റ്റേജ് ഷോ ഒക്കെ തീർന്നായിരുന്നു. അതൊന്നും നമുക്കൊന്നും കാണാൻ പറ്റില്ല. കുറച്ചു നേരം കൂടി ഞങ്ങളുടെ വെയിറ്റ് ചെയ്തൊക്കെ നോക്കി, ഇനി എന്തെങ്കിലുമൊക്കെ സ്റ്റേജ് ഷോ വന്നാലോ അത് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഫുഡ് കോർട്ടിൽ പോകാൻ നല്ലതാന്ന് നമുക്ക് തോന്നി. എന്താണ് തിരക്കല്ലേ. ഈ 10 മണി സമയത്തും ഇവിടെ ഇപ്പോഴും ഇങ്ങനെ കിടക്കുകയാണ് കാറുകൾ. ഇതിപ്പോ മാള് കാണാൻ വേണ്ടി വന്നാണോ അതോ തിരക്ക് കാണാൻ വേണ്ടി വന്നാണെന്നോ ഡൗട്ടായി പോകും. അത്രയും തിരക്കായിരുന്നു. അപ്പൊ നമ്മള് മോളിന്റെ അകത്ത് കയറി അധികം സമയം കളയാണ്ട് പെട്ടെന്ന് തന്നെ ഫുഡ് കോർട്ട് എത്താമെന്നാണ് പ്ലാൻ. പക്ഷെ ഫുഡ് കോർട്ട് എവിടെയാണെന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അതൊരിച്ചിരി നേരം ചുറ്റി, പിന്നെ അത് ശരിയായി. അതാ നമ്മുടെ ഫുഡ് കോർട്ട്. നിറയെ ആളുകളാണ്. ഇവിടെ എവിടെയാണ് നമുക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടുക, അല്ലെങ്കിൽ എന്താ പോയി ഓർഡർ ചെയ്യാന്നൊക്കെ ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ, ഒരു വെറൈറ്റിക്ക് സിസ്ലേഴ്സ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ വന്നിട്ട് സ്മോക്കിന്റെ സിസ്ലേഴ്സ് ആണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ വെജും നോൺ വെജ് സിസ്ലേഴ്സും പറഞ്ഞായിരുന്നു. കുടിക്കാനായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യണത് മൊയ്റ്റോസ് ആണ്. സോ അവയുടെ എന്തോ ഒരു കോംബോ ഡീൽ അന്ന് നടക്കുന്നുണ്ട്. സോ ആ ഡീൽ പ്രകാരം നമുക്ക് പല വെറൈറ്റിയിലുള്ള മൊയ്റ്റോസ് കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. സോ നമ്മൾ അത് തന്നെ പറഞ്ഞു. സോ ഫസ്റ്റ് നമുക്ക് കിട്ടിയത് നോൺ വെജ് സിസ്ലർ ആണ് കേട്ടോ. നമ്മൾ സെലക്ട് ചെയ്യുന്ന സിസ്ലറിൽ നൂഡിൽസ് വേണോ റൈസ് വേണോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. സോ നമ്മൾ നൂഡിൽസ് ആണ് സെലക്ട് ചെയ്തത്. അടുത്ത നമ്മുടെ വെജ് സിസ്ലർ ആണ് വന്നത് കേട്ടോ.
അങ്ങനെ 2 നോൺ വെജ് സിസ്ലറും 1 വെജ് സിസ്ലറുമാണ് നമ്മൾ പറഞ്ഞത്. ഇവിടുത്തെ സിസ്ലേഴ്സ് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത്. സോ അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് ആദ്യം ഇത്രയും തന്നെ പറഞ്ഞാൽ മതി എന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് ഓപ്ഷൻസ് കൂടെ ഉണ്ടല്ലോ, ഇത് തന്നെ കഴിക്കണമെന്നില്ലല്ലോ എന്നായിരുന്നു അന്നേരം ചിന്തിച്ചത്. സത്യം പറഞ്ഞാൽ ലുക്ക് വൈസ് സിസ്ലിംഗ് ഒക്കെ തന്നെയായിരുന്നു, പക്ഷെ കഴിക്കാനായിട്ട് അത്ര പോരാട്ടോ. അത് നോൺ വെജ് ആണെങ്കിലും ശരി വെജ് ആണെങ്കിലും ശരി, രണ്ടും ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. രണ്ടും ഭയങ്കര ഓവറായിട്ട് സോൾട്ടി ആയിട്ട് തോന്നി. അതുപോലെ വെജ് ആണെങ്കിൽ ഒരുപാട് ബേൺ ആയിട്ട് അതിന്റെ താഴെയുള്ള നൂഡിൽസ് ഒക്കെ ഇങ്ങനെ കരിഞ്ഞിരിക്കുമായിരുന്നു, കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒട്ടും. ആകെ ഉണ്ടായ സമാധാനം ആ മൊയ്റ്റോ ആയിരുന്നു, അല്ലാണ്ട് നമുക്ക് ഫുഡ് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വാങ്ങിച്ചു പോയി. അപ്പോ കുറച്ച് നിലക്ക് അതിനൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അതിപ്പോ എന്താ പറ്റിയെന്ന് അറിയില്ല, ചിലപ്പോ ഇപ്പോഴത്തെ തിരക്കിന്റെ ആയിരിക്കും, നമുക്കറിയില്ല. ബട്ട് ഞങ്ങൾക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങള് ഫുഡ് കോർട്ടിൽ നിന്ന് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചില സമയത്ത് ഉണ്ടാകും. ഇനിയിപ്പോ പുറത്ത് എവിടെയെങ്കിലും പോയി വേറെ ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചാലും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് സമയം. അപ്പൊ ഇനിയും നമ്മൾ അത് പോയി കഴിക്കാൻ വേണ്ടി ചിലപ്പോൾ ശരിയാവത്തില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം. നമ്മൾ കാറ് കൊണ്ട് ഇട്ടിരിക്കുന്നത് ഇവിടെ വേറൊരു പാർക്കിംഗ് ഏരിയയിലാണ്. ഈ ഒരു സൈഡ് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞങ്ങൾ വരുന്നത്. അപ്പോ ഇങ്ങനെ ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് ഡേ സെലിബ്രേഷൻ വിശേഷങ്ങൾ. നിങ്ങളും ഇതുപോലെ ഫിനിക്സ് മാർക്കറ്റ് സിറ്റി വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ശരി ഗൈസ്, പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.